ക്യാൻസർ വരാനുള്ള ഒരു ടോപ്പ് 5 റീസൺസ് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാം? ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ജനറ്റിക് കണ്ടന്റിൽ തന്നെ നമുക്ക് ക്യാൻസർ വരണോ വരണ്ടേ, അല്ലെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യതയും അത് കൂട്ടുന്ന സാധ്യതയും കുറക്കുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് തന്നെയാണ്. രണ്ടാമത്തത് നമ്മുടെ ഏജ് ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ്, ജനറ്റിക് കണ്ടന്റ്സ് ഉണ്ടാവുന്ന ടിയർ ആൻഡ് വെയർ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ക്യാൻസറിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം നമ്മുടെ ടിയർ ആൻഡ് വെയർ ഒരു മെഷീനും പോലെ നമ്മളും ഏജ് ആകുമ്പോഴാണ് അതും കൂടുതൽ വരുന്നുണ്ടാവാം. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഏജ് ആണ്. അതുകൊണ്ടാണ് ഏജ് കൂടുമ്പോൾ ക്യാൻസർ കൂടുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ലൈഫ് സ്റ്റൈൽ ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മുടെ ഫുഡ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ ബോഡി ഹാബിറ്റ്സ്, ഒബീസിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യാൻസറിലേക്ക് നയിക്കുകയോ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്യാം. പിന്നെയുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി ക്യാൻസർ ഉണ്ടാക്കും, ആൽക്കഹോൾ ക്യാൻസർ ഉണ്ടാക്കും. ഇതുപോലുള്ള പല ഹാബിറ്റ്സ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ജെൻഡർ. അതായത് ചില ക്യാൻസറുകൾക്ക് ഫീമെയിൽ പ്രിഡിസ്പോസ്ഡ് ആണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ജെൻസിന് വരാമെങ്കിൽ പോലും ഫീമെയിൽസിനാണ് കൂടുതൽ. ഫീമെയിൽ ഹോർമോൺസ് ആണ് ആ ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ ഒരു ഉത്തേജനം നൽകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ.